ഹായ് ഫ്രണ്ട്സ്, ആദ്യം തന്നെ എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഈദ് മുബാറക്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസത്തെ കുറച്ച് വിശേഷങ്ങളും അതോടൊപ്പം ഒരു നല്ല പുഡിംഗ് റെസിപ്പിയും കൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഈ വീഡിയോ ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുള്ളത് ലാസ്റ്റ് നോമ്പിനാണ്. രാത്രി ഏകദേശം 10 മണിയായിട്ടുണ്ടാവും. ഞങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള പരിപാടിയാണ്. പത്തിരിയും ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. മക്കളൊക്കെ നേരത്തെ കഴിച്ച് സ്ഥലം വിട്ടു. മോള് മൈലാഞ്ചി ഇടാൻ വേണ്ടി പോയി, മോന് ഗെയിം കളിക്കാനും പോയി. ഇവിടെ മോള് മൈലാഞ്ചി ഇടാൻ തുടങ്ങിയിട്ടുണ്ട്. യൂട്യൂബിൽ നോക്കിയല്ല ഇടുന്നത്, സ്വന്തം ഡിസൈനിൽ തന്നെയാണ് ഇടുന്നത്. യൂട്യൂബിൽ നോക്കിയിടുമ്പോൾ ടൈം എടുക്കുമല്ലോ. പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് സ്റ്റാൻഡിലൊന്ന് അടുക്കി വെക്കുന്നുണ്ട്. ബിരിയാണിക്കുള്ള ഉള്ളികളൊക്കെ രാത്രി തന്നെ തൊലി കളഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് നാളത്തെ പണി കുറഞ്ഞു കിട്ടും. ഇവിടെ നല്ല ഇടിയും മഴയൊക്കെയുള്ള ദിവസമാണ്. ഇനി അധിക സമയം നമ്മൾ ഇരിക്കുന്നില്ല, നമ്മൾ ഉറങ്ങാൻ വേണ്ടി പോകാനുള്ള പരിപാടിയാണ്. പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട്. ഇന്നാണ് നമ്മുടെ ഈദുൽ-ഫിത്തർ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഒരുക്കങ്ങളിലാണ്. ചായ ഇട്ടിട്ടുണ്ട്. ഇന്നലത്തെ കുറച്ച് പത്തിരി ചൂടാതെ ഫ്രീസറിൽ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. പത്തിരി നമ്മൾ തലേ ദിവസം ഫ്രിഡ്ജിൽ എടുത്തു വെക്കണമെന്നാണ് കരുതിയിരുന്നത്. ഇടിയും മഴയും കാരണം കറണ്ട് പോയിരുന്നു. പിന്നീട് എപ്പോഴോ കറണ്ട് വന്നു. അത് വളരെയധികം പ്രശ്നങ്ങളുണ്ടാക്കി. പത്തിരി ഫ്രീസറിൽ വെക്കേണ്ടി വന്നു. പിന്നീട് ഇത് ചുട്ടെടുക്കുന്നത് നല്ലൊരു തലവേദനയായി മാറി. ഒന്നിന് മുകളിൽ ഒന്ന് വെച്ചതുകൊണ്ട് വേർപ്പെടുത്തിയെടുക്കാൻ ബുദ്ധിമുട്ടി. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് വെക്കുകയാണ്. ഞങ്ങളുടെ വിസിറ്റിംഗ് റൂമിലുണ്ടായിരുന്ന പ്ലാന്റിന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ബിരിയാണിക്കുള്ള ഒരുക്കങ്ങളാണ്. കോഴി കഴുകി കഷ്ണങ്ങളായി വെച്ചിട്ടുണ്ട്. ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അതാകുമ്പോൾ മക്കൾക്ക് നല്ല ഇഷ്ടമാണ്. പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനും പറ്റും. നല്ല തിളച്ച എണ്ണയിലാണ് ചിക്കൻ ഇട്ട് പൊരിച്ചെടുക്കാൻ നല്ലത്. അല്ലെങ്കിൽ അതിൻ്റെ മസാല എണ്ണയിൽ പോകാൻ ചാൻസ് കൂടുതലാണ്. ഞാൻ ഈ ചിക്കനൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ നാരങ്ങ നീരും കൂടി മസാലയിൽ ആഡ് ചെയ്യും. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ചിക്കൻ ഒന്ന് സോഫ്റ്റായി കിട്ടാനും ഇച്ചിരി കളർ കിട്ടുകയും ചെയ്യും. അങ്ങനെ നമ്മളൊരു ഭാഗത്ത് ചിക്കൻ ഫ്രൈ ചെയ്യാൻ ഇട്ടിട്ടുണ്ട്. അടുപ്പിൻ്റെ മറ്റൊരു ഭാഗത്ത് ബിരിയാണി ഉണ്ടാക്കുന്നതിനുള്ള ഉള്ളി വഴറ്റിയെടുക്കലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. മോൾ ക്യാമറയും കൊണ്ട് എൻ്റെ പുറകെ തന്നെയുണ്ട്. പതിവ് പോലെ വിരുന്നിനൊന്നും പോകാനില്ലാത്തത് കൊണ്ട് സാവധാനത്തിലാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. വലിയ ആഘോഷങ്ങളൊന്നും ഇല്ലാതെയാണ് ചെറിയ പെരുന്നാൾ ആഘോഷിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ ചിക്കൻ ബിരിയാണിയൊക്കെ തയ്യാറാക്കാൻ ഞാൻ നെയ്യ് തന്നെയാണ് ഉപയോഗിക്കാറുള്ളത്. ഞാൻ മിൽക്കി മിസ്റ്റിൻ്റെ നെയ്യാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ ബിരിയാണി മൂന്നാമത്തെ ലെയറും ദമ്മിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതിന് മുകളിൽ വഴറ്റിയ ഉള്ളിയും കിസ്മിസും അണ്ടിപ്പരിപ്പും മല്ലിയിലയും ഞാൻ വീട്ടിലുണ്ടാക്കിയ ബിരിയാണി മസാലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ബിരിയാണി മസാലയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അങ്ങനെ ബിരിയാണിയൊക്കെ റെഡിയാക്കി കഴിഞ്ഞ് ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ ഞാൻ കഴുകി വെക്കുകയാണ്. എല്ലാം കഴിഞ്ഞ് നമ്മുടെ കിച്ചൺ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടുകയാണ്. ഇനി നമുക്ക് പുഡിങ്ങിൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങാം. 2 പഴുത്ത നേന്ത്രപ്പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒന്ന് പഴംപൊരിക്ക് വേണ്ടി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. മറ്റേത് പുഡിങ്ങിന് വേണ്ടി ചെറുതാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമ്മൾ ചൂടാകുമ്പോൾ 1 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുകയാണ്. നുറുക്കിയ നേന്ത്രപ്പഴം ആദ്യം തന്നെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഞങ്ങൾ പായസമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. സാധാരണ സേമിയ പായസം അടപ്രഥമനൊക്കെയാണ് ഉണ്ടാക്കാറുള്ളത്. അതിന് പകരമായിട്ട് വെറൈറ്റിക്ക് വേണ്ടിയിട്ടാണ് പുഡിംഗ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് വഴറ്റി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഒരു ബൗളിൽ 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറും 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എന്നിവ എടുത്ത് 1 സ്പൂൺ വെച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ആദ്യം ബൗൾ തുടച്ചതിന് ശേഷമേ കസ്റ്റാർഡ് പൗഡറും കോൺഫ്ലോറും ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഒരു സോസ് പാനിലോട്ട് 4 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ എടുക്കുന്നുണ്ട്. അമൂല്യയുടെ മിൽക്ക് പൗഡറാണ് ഞാൻ എടുക്കുന്നത്. ഇതാവുമ്പോൾ അത്യാവശ്യം കട്ടി കിട്ടുകയും ചെയ്യും. തിളച്ച വെള്ളത്തിലാണ് നമ്മളിത് മിക്സ് ചെയ്യുന്നത്. 1/2 കപ്പ് വെള്ളം ഒഴിച്ച് നമുക്ക് ഈ മിൽക്ക് പൗഡർ ഒന്ന് ലൂസാക്കി എടുക്കാം. ഇനി ഇവ രണ്ടും നന്നായി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി മിക്സിലേക്ക് നമ്മൾ ലൂസാക്കി വെച്ച മിൽക്ക് പൗഡറിൻ്റെ 1/4 കപ്പോളം ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്ത് കട്ട കെട്ടാതെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം.
ഇനി നമുക്ക് തീ കത്തിച്ച് സോസ് പാൻ അടുപ്പിലേക്ക് വെക്കാം. അതിലേക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഒന്ന് ചൂടായി വരുമ്പോൾ കോൺഫ്ലോറിൻ്റെയും കസ്റ്റാർഡിൻ്റെയും മിക്സ് ഒഴിച്ച് 1-2 മിനിറ്റ് ഇളക്കി കൊടുത്ത് തിക്ക് കൺസിസ്റ്റൻസിയിൽ വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് തിക്കായി വരുമ്പോൾ നമുക്ക് വഴറ്റി വെച്ച പഴം ഇട്ട് കൊടുക്കാം. ഇനി 1 മിനിറ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം തീ ഓഫ് ചെയ്ത് കൊടുക്കാം. പഴം ഇട്ടതിന് ശേഷം അധിക നേരം ഇളക്കണ്ട, അത് വേവേറി പൊട്ടാൻ ചാൻസ് ഉണ്ട്. ഇനി ഇത് അടച്ചു വെച്ച് നമുക്കൊന്ന് മാറ്റി വെക്കാം. ചൂടാറിയതിന് ശേഷം പുഡിംഗ് ട്രേയിലേക്ക് മാറ്റി കൊടുക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് പഴംപൊരി പൊരിച്ചെടുക്കാം. അത് അധികം ഭംഗിയൊന്നുമില്ലാത്തൊരു ചട്ടിയിലാണ് പൊരിച്ചെടുക്കുന്നത്. അങ്ങനെ ചായക്കുള്ള പഴംപൊരി റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്നതുകൊണ്ട് ഇതിൻ്റെ റെസിപ്പിയൊന്നും കാണിച്ചിട്ടില്ല. ഇനി ഇത് നമുക്ക് പുഡിംഗ് ട്രേയിലോട്ട് മാറ്റി കൊടുക്കാം. ഇളം ചൂടാകുമ്പോൾ തന്നെ മാറ്റി കൊടുക്കുകയാണ് നല്ലത്. ഞങ്ങൾ കുറച്ച് സമയം അധികം എടുത്തതുകൊണ്ട് പുഡിംഗ് കുറച്ച് തിക്കായി പോയി. പുഡിംഗ് ട്രേ എല്ലാവരുടെ അടുത്തും ഉണ്ടാകണമെന്നില്ല. ഇതിന് പകരം കേക്ക് ടിന്നിലേക്കോ ഏതെങ്കിലും പാത്രത്തിലേക്കോ ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് നേരത്തെ വഴറ്റി വെച്ച നേന്ത്രപ്പഴം ഇട്ട് കൊടുക്കാം. ഓൾറെഡി ഇതിൽ പഴം ഉള്ളതുകൊണ്ട് വേണ്ടവർക്ക് മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇനി അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് നമുക്കിതൊന്ന് തണുപ്പിച്ചെടുക്കാം. ഇത് തണുക്കുമ്പോഴേക്കും കുളി കഴിഞ്ഞ് എത്തും. ബിരിയാണി ദമ്മിൽ നിന്ന് മാറ്റി റൈസും ചിക്കനും വേറെ പാത്രത്തിലോട്ട് തിരിക്കുകയാണ്. പിന്നീട് എല്ലാം കൂട്ടിയിളക്കി കഴിഞ്ഞാലാണ് നമ്മുടെ അടിപൊളി ചിക്കൻ ബിരിയാണി റെഡിയാവുന്നത്. ദമ്മ് പൊട്ടിച്ച് ബിരിയാണിയൊക്കെ റെഡി ആയിട്ടുണ്ട്. മോനാണ് ആദ്യം എത്തിയത്. അവന് കഴിക്കലൊടുത്തി. പിന്നീടാണ് എല്ലാവരും കൂടിയിരുന്നത്. പിന്നീട് ഞാനും മോളും മിക്കയും കൂടി ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്യാമറ വെളിച്ചം കുറഞ്ഞ സ്ഥലത്താണ് വെച്ചിരുന്നത്. അതുകൊണ്ട് നമ്മൾ വീഡിയോ കുറച്ച് ക്ലാരിറ്റി കുറവാണ്. പെരുന്നാളായിട്ട് കുട്ടികൾക്ക് മിഠായി കൊടുക്കുന്നുണ്ട്. സ്നിക്കേഴ്സിൻ്റെ ബാറാണ് വാങ്ങിച്ചിട്ടുള്ളത്. അങ്ങനെ ഫ്രിഡ്ജിൽ നമ്മൾ എടുത്തു വെച്ച പുഡിങ് തണുത്ത് റെഡി ആയിട്ടുണ്ട്. ഒരു ക്രീമി ടെക്സ്ചറിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് പഴം കൊണ്ടാണേലും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന പുഡിങ്ങാണ്. പറയാതെ വയ്യ, നല്ല ടേസ്റ്റിയായ പുഡിങ്ങാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചെറിയ പെരുന്നാളിൻ്റെ ചെറിയ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഈ വ്ളോഗ് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അങ്ങനെ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈദ് മുബാറക്.